നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കാണുമ്പം ആരല്ലേ ഒന്ന് നോക്കി നിൽക്കാത്തത്. പൂക്കൾ ഇഷ്ടമല്ലാത്തവർ പോലും ഒന്ന് നോക്കിപ്പോവും. ഇവിടെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നതാണ്. അവരുടെ വീട്ടിൽ ബെറി മാത്രമല്ല, ഒരുപാട് പൂക്കളും അതുപോലെ പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെങ്കിലും ആ ഒരു പറമ്പ് മൊത്തം അവളങ്ങ് കൃഷി ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ചെന്ന് കഴിഞ്ഞപ്പോൾ ബെറി കാണണോ അതോ ഫ്രൂട്ട്സ് കാണണോ പച്ചക്കറി കാണണോ അതുപോലെ പൂക്കൾ കാണണോ എന്ന് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ. അതുപോലായിരുന്നു അവിടെ, വേറെ ഒരു തുള്ളി സ്പേസ് ഇല്ലായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ അവർ ഇതെല്ലാം കൊണ്ട് പച്ചപ്പ് കൊണ്ട് നിറച്ചേക്കുമായിരുന്നു കേട്ടോ. ഒരുപാട് തരത്തിലുള്ള പൂക്കൾ കണ്ട്. ഇത് കണ്ട് മൈലാഞ്ചി ചെടി പോലത്തെ എന്തൊക്കെയോ ചെടി, അതിന് പൂവൊന്നുമില്ലെന്ന് തോന്നുന്നു. കണ്ടപ്പോൾ അതുപോലെയൊക്കെ തോന്നി കേട്ടോ. പിന്നെ വേറെ ഒരുപാടുണ്ടായിരുന്നു. എനിക്ക് പരിചയമുള്ള ആപ്പാടെ ഒന്നോ രണ്ടോ പൂക്കൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത്. ഡാലിയ, റോസ്, അതുപോലെ സൂര്യകാന്തി, അങ്ങനത്തത്. ചില പൂക്കളൊക്കെ ആണെങ്കിൽ നമ്മുടെ 4 മണിപ്പൂവിൻ്റെയൊക്കെ പോലത്തെ ഇരിക്കുന്നു, പക്ഷേ അതല്ല കേട്ടോ. എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ്. ഒരു ചെണ്ടയിൽ തന്നെ പല നിറത്തിലുള്ള ഏതോ ഒരു പൂവ്. ഈ പൂ ഞാൻ പക്ഷേ എവിടെയോ കണ്ടിട്ടുണ്ട്, നമ്മുടെ നാട്ടിലാണോ എന്ന് അറിയില്ല കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഒരുപാട് പൂക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ മൊത്തം ഇങ്ങനെ ചിത്രശലഭങ്ങളും അതുപോലെ തന്നെ വണ്ടുകളും കൊണ്ടൊക്കെ നിറഞ്ഞേക്കുമായിരുന്നു കേട്ടോ. സാധാരണ നമ്മളൊരു വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വീടിൻ്റെ അകത്തോട്ടല്ലേ കയറുന്നത്. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ വീടിൻ്റെ അകത്തോട്ട് കയറിയത് പോലും ഇല്ല കേട്ടോ ആദ്യം. കാരണം ഒരു 1.5 മണിക്കൂറോളം നമ്മൾ ഈ പുറത്ത് തന്നെയായിരുന്നു. ഇഷ്ടംപോലെ പറമ്പുണ്ടായിരുന്നു. ആ പറമ്പ് മൊത്തം ഇത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന കാരണം അവളൊരു സൈഡിൽ നിന്ന് അങ്ങ് തുടങ്ങി ഞങ്ങളെ കാണിക്കാനായിട്ട്. ആദ്യം മൊത്തം ബെറികൾ കാണിച്ചു തന്നു, പിന്നെ ഫ്രൂട്ട്സ് കാണിച്ചു തന്നു, പിന്നെ പൂക്കൾ, ഏറ്റവും ലാസ്റ്റ് പച്ചക്കറി. അങ്ങനെ മൊത്തത്തിലൊരു 1.5 മണിക്കൂറോളം ഞങ്ങൾ പുറത്ത് തന്നെയായിരുന്നു കേട്ടോ. കുറേ കണ്ട് നടന്നു കഴിഞ്ഞപ്പോഴേക്ക് ഞാനങ്ങ് ക്ഷീണിച്ച് അവിടെ അങ്ങ് ഇരിക്കാൻ തുടങ്ങി കുറച്ച് നേരം. പിന്നെ അത് കഴിഞ്ഞ് സ്റ്റെഫി ഒന്ന് വിളിച്ചുകൊണ്ട് പോകുമായിരുന്നു ബാക്കി കാണാമെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെ കുറേ പച്ചക്കറികളുണ്ടായിരുന്നു. അവൾക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് പച്ചക്കറികളായിരുന്നു കൂടുതലും വെച്ചിരുന്നത്. ഇതാണ് വെളുത്തുള്ളിയുടെ ചെടി കേട്ടോ. അതുപോലെ തന്നെ ക്യാരറ്റ്, പിന്നെ കുറേ സാലഡിൻ്റെ എന്തൊക്കെയോ ഐറ്റംസ്, പിന്നെ ബീൻസ്, അങ്ങനെ എന്തൊക്കെയോ അവൾക്ക് അത്യാവശ്യമുള്ള കുറച്ചൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഏതായാലും സൂപ്പറായിരുന്നു അന്നത്തെ ദിവസം. ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.